പ്രതികൂല സാഹചര്യത്താൽ ആലയത്തിന്റെ പണി നിർത്തിവെക്കേണ്ടി വന്നു. ഏകദേശം 15-ൽ പരം വർഷം. ഈ 15-ൽ പരം വർഷം കൊണ്ട് യഹൂദ ജനത്തിന്റെ ആത്മീയ തലം അപ്പാടെ മാറ്റപ്പെട്ടു. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല, യഹോവയുടെ കൽപ്പനയെ നിരാകരിച്ചില്ല, അന്യദേവന്മാരുടെ പുറകെ പോയില്ല. മറിച്ച് യഹോവയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രഥമ സ്ഥാനം നഷ്ടപ്പെട്ടു. Their priority has changed. യഹോവയ്ക്ക് ആലയം പണിയുക എന്നതിനേക്കാൾ മരം കൊണ്ട് തട്ടിട്ട ഭവനങ്ങൾ പണിയുവാൻ ജനം തിടുക്കം കൂട്ടുന്നു. ഒന്നുകൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് സെറ്റിലാകുവാൻ ജനം വെമ്പൽ കൊള്ളുന്നു. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വചനത്തിൽ ഈ ജനത്തിന്റെ ആത്മീയ നിലപാട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. യഹോവയുടെ ആലയം പണിയുവാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. ജനത്തിന് പറയുവാൻ കാരണമുണ്ട്. അവരുടെ ചുറ്റും പ്രതികൂലമാണ്. മുൻപിലേക്ക് ചലിക്കാൻ കഴിയാതെ, ആലയത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ എല്ലാം പ്രതികൂലം. ഇത് പിശാച് വെക്കുന്ന ഒരു കുടുക്കാണ്. ജനം ആത്മീയമായി വളരാതിരിക്കാൻ, ആത്മീയ ദർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ദൈവശബ്ദം കേൾക്കാതിരിക്കാൻ പൈശാചികം വയ്ക്കുന്ന ഒരു കുടുക്ക്. സെറുബാബേലിനെയും ശേഷം ജനത്തിന്റെയും ഹൃദയത്തെ ഉണർത്തിയ ആ പ്രവചന ശബ്ദം, ദൈവജനമേ, നമ്മുടെ ഹൃദയങ്ങളെയും ഒന്ന് ഉണർത്തട്ടെ, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു കൊള്ളുവിൻ. ഇത് കർത്തൃമേശയിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടുന്നതിന് മുൻപ് നമുക്ക് തന്നെ നമ്മെ ഒന്ന് പരിശോധിക്കാം. ദൈവവുമായുള്ള ബന്ധം നമുക്കൊന്ന് കുറഞ്ഞു പോയി എങ്കിൽ, ആത്മീയ ദർശനം മങ്ങിപ്പോയി എങ്കിൽ, ദൈവശബ്ദം കേൾക്കാതിരിക്കുന്നു എങ്കിൽ, ഒരു പുനരുദ്ധാന ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം പാലിക്കേണ്ടത് ഏതെന്ന് പരിശുദ്ധാത്മാവെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. സെറുബാബേലിനെയും ശേഷം യഹൂദ ജനത്തിന്റെയും ഹൃദയത്തെ ഉണർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ ഒരു ഉണർവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന്റെ മേൽ ദൈവമഹത്വം വെളിപ്പെട്ടിരിക്കും.